നിങ്ങൾക്ക് നിങ്ങളുടെ ജോയിൻസിൽ പെയിൻ ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും തൈലം പുരട്ടുമോ ആ വേദന കൂടുന്ന പോലുള്ള കണ്ടീഷൻ വന്നിട്ടുണ്ടോ? ആ കണ്ടീഷനാണ് ആമവാത അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഈ കണ്ടീഷനിൽ നമ്മളുടെ ബോഡിയിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, അതായത് വിരുദ്ധമായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് ആവുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പലവിധ കാരണങ്ങളായിട്ട് ടോക്സിക് ആയിട്ടുള്ള ആമ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആമ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഉറക്കം ശരിയല്ലാതാവുമ്പോൾ നമ്മുടെ ബോഡിയിൽ വാത അഗ്രവേറ്റ് ചെയ്തിട്ട് ഈ ടോക്സിക് ആയിട്ടുള്ള ആമേനെ നമ്മുടെ ജോയിൻസിൽ കൊണ്ടുപോയി വയ്ക്കും. സോ അതിനുശേഷം നമുക്ക് ജോയിൻസിൽ വീക്കം വരും, അതുപോലെ പെയിൻ വരും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഫുൾ ബോഡി പെയിനും ജോയിൻസിൽ പെയിനും, എസ്പെഷ്യലി നമ്മുടെ കൈയുടെ ചെറിയ ജോയിൻസിൽ, കാലിൻ്റെ ചെറിയ ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്വെല്ലിങ്ങും ഉണ്ടായിരിക്കും. സോ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ, ഓയിൽ എന്ന് പറയുന്നത് സ്നിഗ്ധവും രൂക്ഷമാണ്. ഈ ആമയുടെ പ്രോപ്പർട്ടീസും സ്നിഗ്ധവും രൂക്ഷമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ സ്നിഗ്ധ രൂക്ഷമായിരിക്കുന്ന സമയത്ത് വീണ്ടും ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടീഷൻ അഗ്രവേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ കണ്ടീഷനിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ കൂടുന്നത്. മറിച്ച് നമ്മളപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു കണ്ടീഷന് നമ്മൾ ഫസ്റ്റിലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക രൂക്ഷനായിട്ടാണ്. അതായത് ഓയിൽ ഇല്ലാതെ നമ്മൾ ഇതിനെ ചികിത്സിക്കണം. സോ ആദ്യം നമ്മൾ ഈ ആമേനെ കൺട്രോൾ ചെയ്യാനായിട്ട് രൂക്ഷണ തെറാപ്പീസാണ് കൊടുക്കുക. അതിൽ നമ്മൾ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും രൂക്ഷണ തെറാപ്പീസ് കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റിംഗ് തെറാപ്പീസ്, സ്വേദന കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ ഈ ആമനെ കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും ഫർദർ ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ചില വേദനകളിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്താലും ആ വേദന മാറാതിരിക്കുന്നതെന്ന്. സോ നിങ്ങൾക്കും ഈ കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്കും ഇതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വേദന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.